മനുഷ്യൻ രാജിവെച്ചാൽ, ലോകത്തിന്റെ പേര് രാജിവെച്ചാൽ തീരുന്നതാണ് പ്രശ്നം. കോടിയേരിയുടെ രോഗത്തിനല്ല ചികിത്സിക്കേണ്ടത്, മാർക്സിസ്റ്റ് പാർട്ടിക്ക് പിടിപെട്ട രോഗത്തിനാണ് ചികിത്സ നൽകേണ്ടത്. പക്ഷേ ആ മാർക്സിസ്റ്റ് പാർട്ടിക്ക് പിടിപെട്ട രോഗത്തിന് ഇന്ന് ചികിത്സക്ക് മരുന്നില്ല എന്ന യാഥാർത്ഥ്യം ഈ പൊതുസമൂഹത്തിൽ പ്രവർത്തിക്കുന്ന സാധാരണ മാർക്സിസ്റ്റുകാരൻ അറിയാം. അവർക്ക് വേണ്ടി വോട്ട് ചെയ്തവർക്കറിയാം, അവരെ പിന്തുണച്ചവർക്കറിയാം. അവർക്ക് വേണ്ടി രാവും പകലും പണിയെടുത്ത ഈ പ്രസ്ഥാനത്തെ ഓരോ കുഗ്രാമങ്ങളിൽ നിലനിർത്തുന്നതിന് വേണ്ടി അക്ഷീണം പരിശ്രമിക്കുന്ന പാവപ്പെട്ട സഖാക്കൾക്കറിയാം ഈ പാർട്ടിക്ക് പിടിപെട്ട രോഗത്തിന് മരുന്ന് കണ്ടുപിടിച്ചില്ല എന്ന യാഥാർത്ഥ്യം. മാർക്സിസ്റ്റ് പാർട്ടി എത്ര തന്നെ വിശദീകരിച്ചാലും പാർട്ടി അണികൾക്ക് ബോധ്യപ്പെടുന്നില്ല. കാരണം പാർട്ടി അണികൾക്ക് ബോധ്യപ്പെടുത്താത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, പാലക്കാട് പ്രിയത്തിലെടുത്ത ഒരു തീരുമാനമുണ്ട്. എന്താണ് ആ തീരുമാനത്തിൽ പറയുന്നത്? പാർട്ടിയുടെ അണികളും പാർട്ടി വിശ്വാസികളും പാർട്ടിയുടെ കുടുംബവും കമ്മ്യൂണിസ്റ്റ് ജീവിത രീതി സ്വീകരിക്കണമെന്നാണ്. എന്നാൽ ഞങ്ങൾ ചോദിക്കട്ടെ, മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഇതൊക്കെ പഠിപ്പിക്കാൻ ഇറങ്ങിയിട്ടുള്ള കോടിയേരി ബാലകൃഷ്ണൻ സ്വന്തം വീട്ടിൽ കമ്മ്യൂണിസ്റ്റ് ജീവിത രീതി പഠിപ്പിച്ച ആരെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? സ്വന്തം വീട്ടിൽ കമ്മ്യൂണിസ്റ്റ് ജീവിത രീതി പഠിപ്പിക്കാൻ കഴിയാത്ത കോടിയേരി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന സംസ്ഥാന സെക്രട്ടറിക്ക് എങ്ങനെയാണ് നാട്ടിലെ സാധാരണ പാവപ്പെട്ട സൂര്യസഖാക്കളോട് നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് ജീവിത രീതി സ്വീകരിക്കണമെന്ന് പറയാൻ സാധിക്കുമോ? പ്രിയപ്പെട്ടവരെ, സാധിക്കില്ല. ഇതൊക്കെ മാർക്സിസ്റ്റ് പാർട്ടി പറയുന്ന കള്ളത്തരങ്ങൾ വിശ്വസിച്ചു പോകുമെന്ന് അവർ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട മാർക്സിസ്റ്റ് നേതാക്കളെ, ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇന്നലെ വരെ ഈ കാണിച്ച നിങ്ങളുടെ വികൃത മുഖം, ആ വികൃത മുഖം മനസ്സിലാക്കിയവരാണ് ഇവിടുത്തെ നിങ്ങളിൽ അകപ്പെട്ടു പോയ, നിങ്ങൾക്ക് വോട്ട് ചെയ്തിട്ടുള്ള, നിങ്ങളെ കൂടെ വന്നിട്ടുള്ള കുട്ടിസഖാക്കളിൽ നിന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും. മറ്റൊരു കാര്യം എന്താ? തലശ്ശേരിക്ക് ഒരു MLA ഉണ്ട്, വീരശൂര പരാക്രമി. നിങ്ങൾക്കറിയാം, ചില ചർച്ചകളൊക്കെ പോയി കഴിഞ്ഞാൽ അദ്ദേഹം വിളിക്കുന്ന ഒരു മുദ്രാവാക്യമുണ്ട്. അതും കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അദ്ദേഹം ഈ തെരുവോരങ്ങളിലൊക്കെ വിളിച്ചു കൊടുത്തൊരു മുദ്രാവാക്യം, പാവപ്പെട്ട മാർക്സിസ്റ്റുകാരനെ ഉയർത്തെഴുന്നേൽപ്പിച്ചുകൊണ്ട് അവന്റെ ഗ്രാമാന്തരങ്ങളിൽ ഉച്ചത്തിൽ വിളിപ്പിച്ച മുദ്രാവാക്യമുണ്ട്. എന്താണ് മുദ്രാവാക്യം? ഞങ്ങളില്ല ഹൈന്ദവ രക്തം, ഞങ്ങളില്ല ക്രിസ്ത്യൻ രക്തം, ഞങ്ങളില്ല മുസ്ലിം രക്തം, ഞങ്ങളിലുള്ളത് മാനവ രക്തമെന്ന് ഈ സമൂഹത്തെ നാട്ടിൽ 40 വട്ടം വിളിച്ചു കൂട്ടിയിട്ടുള്ള AM ഷംഷീറിനോട് ഞങ്ങൾ ചോദിക്കട്ടെ, ഷംഷീർ എന്ന വലിയ സഹലക്ക് എങ്ങനെയാണ് ജോലി കിട്ടിയിട്ടുള്ളത്? കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ അസോസിയേറ്റ് പ്രൊഫസർ സ്ഥാനത്തേക്ക് ഒരു ഒഴിവ് വന്നപ്പോ, കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ അസോസിയേറ്റ് പ്രൊഫസർ സ്ഥാനത്തേക്ക് ഒരു ഒഴിവ് മാത്രമുള്ളപ്പോ റാങ്ക് പട്ടികയിൽ 2ാം സ്ഥാനത്തായിരുന്നു ഷംഷീറിന്റെ ഭാര്യ സഹല. 1ാം സ്ഥാനക്കാരി റാങ്ക് പട്ടികയിൽ ദീപയായിരുന്നു. ആ ദീപയെ മറികടക്കുന്നതിന് വേണ്ടി എന്നിലില്ല രക്തമെന്ന് പറഞ്ഞ ഷംഷീർ മുസ്ലിം കോട്ടയിലാണ് ഷംഷീർക്ക് വേണ്ടിയിട്ട് ഈ ഗവൺമെന്റിനെ ഉപയോഗിച്ച് നിയമനം നേടിയിട്ടുള്ളത്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ സമുന്നതരായ നേതാക്കന്മാരും DYFI നേതാക്കന്മാരൊക്കെ പിൻവാതിലൂടെ ഭാര്യമാർക്കും മരുമക്കൾക്കും മക്കൾക്കും ജോലി മേടിക്കുന്ന ഈ കാലഘട്ടത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അന്ന് എന്നിലില്ല ഇത്തരം രക്തങ്ങൾ എന്ന് പറഞ്ഞവർ ആ സമുദായത്തിന്റെ വോട്ട്, ആ സമുദായത്തിന്റെ അംഗമെന്ന നിലയിലാണ്, ആ സമുദായത്തിന്റെ കോട്ടയിലാണ് ശകലക്ക് ജോലി കിട്ടുന്നതിന് വേണ്ടി നിയമനം നടത്തിയത്. ആ നിയമനം ഹൈക്കോടതിയിൽ ദീപ പോയപ്പോ എടുത്ത് കളയേണ്ടി വന്നു, പുറത്തു പോകേണ്ടി വന്നില്ലേ? ശകലക്ക് നാണം കെട്ട് ഷംഷീറിന്റെ ഭാര്യക്ക് ഇറങ്ങിപ്പോകേണ്ടി വന്ന ഗതികേട് ഏതിന്റെ പേരില? ഇതിന്റെ പേരാണ് കാപട്യമേ. നിന്റെ പേരെന്താണോ? CPM എന്ന് പറയണം. കമ്മ്യൂണിസം എന്ന പേര് കാപട്യമാണ്. ഒന്ന് പറയുകയും മറ്റൊന്ന് ചെയ്യുകയുമാണ്. ഇവിടെ 1ാം ക്ലാസ് 1ാം തരമായപ്പോ ഇവിടുത്തെ സാധാരണക്കാരന്റെ കുട്ടികളോടൊക്കെ പറഞ്ഞു, പാവപ്പെട്ട കമ്മ്യൂണിസ്റ്റുകാരനോട് പറഞ്ഞു, ഇതാ നല്ല ക്ലാസുകൾ, മനോഹരമായ ബിൽഡിങ്ങുകൾ, നല്ല ചിത്രം വരച്ച ക്ലാസ് റൂമുകൾ, പഠിക്കാൻ സുന്ദരമായ ക്ലാസ് റൂമുകൾ, 1ാം ക്ലാസ് 1ാം തരമാ. നിങ്ങളൊക്കെ ചെല്ലുമെന്ന് ഈ ഷംഷീർ എവിടെയൊക്കെ പ്രസംഗിച്ചിട്ടുണ്ട്. ആ പ്രസംഗിച്ച ഷംഷീറിനോട് ഞങ്ങൾ ചോദിക്കട്ടെ, അന്ന് പ്രസംഗിക്കുമ്പോഴും പ്രസംഗിച്ചു കഴിഞ്ഞപ്പോഴും നിങ്ങളുടെ മക്കളെ എവിടെയാണ് പഠിപ്പിച്ചത്? കണ്ണൂർ ചിന്മയിലാണ് പഠിപ്പിച്ചത്. ഇല്ലാന്ന് നിഷേധിക്കാൻ ഇവിടുത്തെ MLA സാധിക്കുമോ? സാധിക്കില്ല. കാരണം എല്ലാ കുട്ടികളെയും തെറ്റിദ്ധരിപ്പിക്കുക, സാധാരണക്കാരനെ തെറ്റിദ്ധരിപ്പിക്കുക, സ്വന്തം മക്കളെ ഉന്നത വിദ്യാഭ്യാസം നേടുന്നതിന് വേണ്ടി കോളേജുകളിലും സ്കൂളുകളിൽ പഠിപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത്, ഇന്ന് കിസാൻ സമ്മാന നിധി വാങ്ങുന്ന പല ആളുകളോടും മാർക്സിസ്റ്റ് ഗ്രാമങ്ങളിലെ സാധാരണക്കാരോട് പറയുന്നത് നിങ്ങൾ പറയുന്നത് എന്താണ്? നിങ്ങൾ ഇത് വാങ്ങാൻ ശ്രമിക്കേണ്ട. ഇത് വാങ്ങിയാൽ നരേന്ദ്രമോദി നിങ്ങളെ സ്വത്തൊക്കെ ജപ്തി ചെയ്ത് കൊണ്ടുപോകും. അതുകൊണ്ട് നിങ്ങൾ നരേന്ദ്രമോദി തരുന്നത് 6000 രൂപ വാങ്ങണ്ട എന്ന് ഗ്രാമങ്ങളിൽ പറയുന്ന മാർക്സിസ്റ്റുകാരനാണ് ആദ്യം പോയിട്ട് വാങ്ങിച്ചിട്ടുള്ളത്. പലപ്പോഴും ആദ്യം ഇതൊക്കെ കൈപ്പറ്റിയിട്ടുള്ളതും ഈ ആനുകൂല്യത്തിന്റെ ഗുണഭോക്താവ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരും പ്രവർത്തകരുമാണ്. ഇത് നിഷേധിക്കാൻ മാർക്സിസ്റ്റ് പാർട്ടി സാധിക്കില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, ഈ നാടിന്റെ മുഖച്ഛായ മാറ്റാൻ വിശ്വസിക്കുന്ന പ്രസ്ഥാനം, വിശ്വസിക്കാൻ പറ്റുന്ന ഒരു പ്രസ്ഥാനം, പറഞ്ഞാൽ പറഞ്ഞത് ചെയ്യുന്ന പ്രസ്ഥാനം, മതേതരത്വ പ്രസ്ഥാനം എന്ന് അവകാശം
അവകാശപ്പെടാൻ ഞങ്ങൾക്കേ സാധിക്കൂ. കാരണം നിങ്ങൾ മതേതരത്വം പ്രസംഗിക്കും. മതേതരത്വം പ്രസംഗിക്കുമ്പോൾ തന്നെ ഇവരുടെ തീവ്രവാദ പ്രസ്ഥാനങ്ങളുമായി അങ്ങോട്ടും ഇങ്ങോട്ടും ചങ്ങാത്തം കൂടിയിട്ടുള്ളത് കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയുമാണ്. കഴിഞ്ഞ തവണ ജമാഅത്ത് ഇസ്ലാമിയുടെ പാർട്ടിയെ ആരാണ് കൊണ്ടുപോയത്? ആർക്ക് വേണ്ടിയിട്ടാണ് പ്രവർത്തിച്ചത്? വെൽഫെയർ പാർട്ടി പ്രവർത്തിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടിയിട്ടാണ്. അവരോട് തോൾ ചേർന്നുകൊണ്ടാണ് വെൽഫെയർ പാർട്ടി കഴിഞ്ഞ തവണ ഇവിടുത്തെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. ഇപ്പോൾ വെൽഫെയർ പാർട്ടി കോൺഗ്രസുകാരുടെ കൂടിയാണ്. കോൺഗ്രസുകാരന്റെ കൂടെ കൂടിക്കൊണ്ട് ഇവിടുത്തെ ഭരണഘടനയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ഇത് മതരാഷ്ട്രമാക്കി മാറ്റുന്നതിന് വേണ്ടി ഞങ്ങൾ അക്ഷീണം പ്രവർത്തിക്കുമെന്ന് പ്രവർത്തിക്കുന്ന ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രസ്ഥാനമാണ് ജമാഅത്ത് ഇസ്ലാമി. ആ ജമാഅത്ത് ഇസ്ലാമിന്റെ വെൽഫെയർ പാർട്ടിയുമായി കോൺഗ്രസ് സഖ്യമുണ്ടാക്കിയിരിക്കുകയാണ്. സ്വാഭാവികമായിട്ട് ഞാൻ പറഞ്ഞു എന്ത് മതേതരത്വം ഇവർക്കുള്ളത്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് 500-ൽ പരം ആളുകൾ, ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, 28ഓളം മുസ്ലിം സഹോദരിമാർ ഈ മലപ്പുറം ജില്ലയിൽ അടക്കം ഇന്ന് ഈ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി, എൻഡിഎയുടെ ഭാഗമായി നരേന്ദ്രമോദിയുടെ കരങ്ങൾക്ക് ശക്തി പകരുന്നതിന് വേണ്ടി മത്സരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഇന്നലെ വരെ ന്യൂനപക്ഷ വിഭാഗത്തെ പറ്റിക്കാമായിരുന്നു, പറ്റിച്ചിരുന്നു. പക്ഷേ ഇനി അങ്ങോട്ട് ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ പോലും നിങ്ങൾക്ക് പറ്റിക്കാൻ കഴിയാത്ത കാലഘട്ടത്തിലാണ് ഇപ്പോൾ ഇവിടെ ജീവിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത് ഇന്ന് ഈ മാറ്റങ്ങൾ നടക്കുകയാണ്. വളരെ സമൂലമായ മാറ്റങ്ങൾ. കണ്ണൂർ ജില്ലയിലടക്കം ഇന്നലെ വരെ CPM-ന് വോട്ട് ചെയ്തവർ, ഇന്നലെ വരെ കോൺഗ്രസിന് വോട്ട് ചെയ്തവർ, ഇന്നലെ വരെ CPM-ന്റെ പുറകെ നടന്നവർ, ഇന്നലെ വരെ കോൺഗ്രസിന്റെ പുറകെ നടന്നവർ, ആ ആളുകൾക്ക് ചിന്തിക്കുന്നത് വിശ്വസിക്കാൻ പറ്റുന്ന പ്രസ്ഥാനം, പറഞ്ഞാൽ പറഞ്ഞത് ചെയ്യുന്ന പ്രസ്ഥാനം, മാറ്റങ്ങൾ സൃഷ്ടിക്കുന്ന പ്രസ്ഥാനം, ആ പ്രസ്ഥാനത്തിന് BJP-ആണെന്ന തിരിച്ചറിവ് അവർക്ക് മനസ്സിലായിട്ടുണ്ട്, അവർക്കുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഈ തവണത്തെ നിങ്ങളെല്ലാം മാറ്റത്തിന് വേണ്ടി വോട്ട് ചെയ്യുമ്പോൾ NDA സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്ന തലശ്ശേരി നഗരസഭയുടെയും അതുപോലെ തന്നെ പരിസര പ്രദേശങ്ങളിലും ഈ പ്രദേശങ്ങളിൽ മത്സരിക്കുന്ന കരുത്തുള്ള ജനകീയരായിട്ടുള്ള മാറ്റത്തിന് വേണ്ടി അവർ പ്രയത്നിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞങ്ങളൊക്കെ കൗൺസിലറായപ്പോ ഞങ്ങളെയൊക്കെ തെറ്റിദ്ധരിപ്പിച്ചിരുന്നു. ഞങ്ങൾ കൗൺസിൽ സ്ഥാനത്തേക്ക് മത്സരിക്കും ഇതേ തെറ്റിദ്ധാരണ വരുത്തിയിരുന്നു. പക്ഷേ ഞങ്ങളൊക്കെ കൗൺസിലറായി വന്നപ്പോൾ ഇവിടുത്തെ മതേതരത്വം പറയുന്ന ആളുകളെക്കാളും കൂടുതൽ എല്ലാ മതങ്ങളുമായിട്ട് നല്ല സമീപനം സ്വീകരിക്കുകയും എല്ലാവർക്കും വികസനം എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമീപനം സ്വീകരിക്കുകയും നാട്ടിന്റെ വികസനം കൊണ്ടുവരുന്നതിന് വേണ്ടി അക്ഷീണം പരിശ്രമിക്കുകയും വിളിച്ചാൽ വെളിപ്പെടുത്തുന്ന ഈ സംവിധാനം ഉണ്ടാക്കുകയും ചെയ്തത് ഭാരതീയ ജനതാ പാർട്ടിയുടെ അംഗങ്ങളാണ്. അതുകൊണ്ടാണ് 1-ൽ നിന്ന് 3-ൽ നിന്ന് 6-ലേക്കും ഞങ്ങൾ വളർന്നു വന്നിട്ടുണ്ട്. ഇത്തവണ തലശ്ശേരി നഗരസഭ ഭരിക്കാനാണ് BJP മത്സരിക്കുന്നത്. കേവലം വോട്ടിന് വേണ്ടിയിട്ടല്ല എന്ന് UDF-ന്റെയും മാർക്സിസ്റ്റുകാരന്റെയും ആളുകളോട് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുക. പ്രിയപ്പെട്ടവരെ, മാറ്റത്തിന് വേണ്ടി ജനങ്ങൾ ഞങ്ങൾക്ക് സമീപിക്കുമ്പോൾ മനസ്സിലാകുന്നത് മാറ്റത്തിന് വേണ്ടി ജനങ്ങൾ വോട്ട് ചെയ്യും. കമ്മ്യൂണിസ്റ്റ് കുഗ്രാമങ്ങളിൽ പോലും ഞങ്ങൾക്ക് വോട്ട് ചെയ്യാനായി ഡിസംബർ 14-ന് കാത്തു നിൽക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ, ആ ആളുകൾ ഇവരോട് വിട പറഞ്ഞുകൊണ്ട് ഈ ദേശീയ ജനാധിപത്യ സഖ്യത്തിന് വോട്ട് ചെയ്യുന്ന കാലഘട്ടത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നത്. ഈ രണ്ട് മുന്നണികളിൽ വികൃതമായ മുഖം, ആ മുഖം പൊതുസമൂഹത്തിൽ മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങളൊക്കെ വളരെ ഊർജ്ജസ്വലതയോടുകൂടി നല്ല ഊർജ്ജസ്വലതയോട് ജനങ്ങളെ സമീപിക്കാൻ, ഓരോ വോട്ടറെയും സമീപിക്കാൻ, ഓരോ കുടുംബത്തെയും സമീപിക്കാൻ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥികൾ തയ്യാറാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ വൈകിയ വേളയിൽ ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. വന്ദേ മാതരം. പ്രിയമുള്ളവരെ, നമ്മുടെ സംസ്ഥാന അധ്യക്ഷൻ, കേരളത്തിൻ്റെ പടനായകൻ, അദ്ദേഹത്തെ ആരാധന നടത്തുവാൻ വേണ്ടി തലശ്ശേരി മണ്ഡലം കമ്മിറ്റി അധ്യക്ഷനെ സാദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ആരാധനം ഏറ്റുവാങ്ങാൻ വേണ്ടി സംസ്ഥാന അധ്യക്ഷനെ. ഭാരതീയ ജനതാ പാർട്ടി തലശ്ശേരി നഗരസഭയുടെ വികസന പത്രിക ഇന്നിവിടെ പ്രകാശനം ചെയ്യുകയാണ്. അതിനുവേണ്ടി പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ സുരേന്ദ്രേട്ടനെ ക്ഷണിക്കുന്നു.
അടുത്തതായി സംസാരിക്കുന്നതിന് വേണ്ടി പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ സുരേന്ദ്രജിയെ ക്ഷണിക്കുന്നു. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റ് കെ രജേഷ്, പാർട്ടി ജില്ലാ അധ്യക്ഷൻ എൻ ഹരിദാസ്, ജനറൽ സെക്രട്ടറിമാരായ കെ കെ വിനോദൻ മാസ്റ്റർ, ബിജു ഏളക്കുഴി, മഹിളാ മോർച്ചയുടെ ജില്ലാ അധ്യക്ഷ സ്മിത ജയമോഹൻ, പാർട്ടിയുടെ സംസ്ഥാന കൗൺസിൽ അംഗം കെ എൻ മോഹനൻ, സംസ്ഥാന കൗൺസിൽ അംഗം ധനഞ്ജയൻ, ജില്ലാ സെൽ കോർഡിനേറ്റർ എം പി സുമേഷ്, സന്നിഹിതരായിട്ടുള്ള മറ്റ് പ്രിയപ്പെട്ട സ്ഥാനാർത്ഥികളെ, സഹോദരി സഹോദരന്മാരെ, നല്ലവരായ നാട്ടുകാരെ, വോട്ടർമാരെ, സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. വളരെ വിശദമായ 2 പ്രസംഗങ്ങൾ നിങ്ങൾ കേട്ടു കഴിഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യം സംബന്ധിച്ച് എല്ലാവർക്കും നല്ല ബോധ്യമുള്ളതുകൊണ്ട് നീണ്ട ഒരു പ്രസംഗത്തിന് ഞാൻ മുതിരുന്നില്ല. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രാധാന്യമല്ല ഇത്തവണത്തെ ഈ തെരഞ്ഞെടുപ്പിനുള്ളത്. സാധാരണഗതിയിൽ ഒരു കോർപ്പറേഷനിലേക്കോ മുനിസിപ്പാലിറ്റിയിലേക്കോ ഒരു ഗ്രാമപഞ്ചായത്തിലേക്കോ നടക്കുന്ന ഒരു വോട്ടാണല്ലോ, ഒരു പ്രദേശത്തിന്റെ മാത്രം പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ഒരു വോട്ടെടുപ്പാണല്ലോ എന്ന് കരുതുന്നവരുണ്ടാവും. പക്ഷേ ഈ കാര്യത്തിൽ അങ്ങനെയല്ല. വളരെ സുപ്രധാനമായിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മുടെ സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ കേട്ടുകേൾവിയില്ലാത്ത ചില കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് ഈ തെരഞ്ഞെടുപ്പ്. നമ്മുടെ ഭരണ സംവിധാനം, രാഷ്ട്രീയ നേതൃത്വം എല്ലാവരും ചേർന്ന് കേരളത്തിന്റെ ആകെ പ്രതിച്ഛായ തകർത്തിരിക്കുകയാണ്. പണ്ടൊക്കെ മലയാളി എന്ന് പറഞ്ഞാൽ ലോകത്തിനു മുമ്പിൽ ഒരു അഭിമാനം ഉണ്ടായിരുന്നു. ലോകത്തിന്റെ എല്ലാ രാജ്യങ്ങളിലും മലയാളികളുണ്ട്. അതുപോലെ ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും മലയാളികളുണ്ട്. അവരൊക്കെ അവിടെ തല ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ജീവിച്ചിരുന്നത്. എന്നാൽ ഇന്നിപ്പോ ഒരു മലയാളിയാണ്, ഒരു കേരളീയനാണ് എന്ന് പറയാൻ പല ആളുകൾക്കും ബുദ്ധിമുട്ടുണ്ടായിരിക്കും. നമ്മുടെ അഭിമാനവും അന്തസ്സും ലോകത്തിനു മുമ്പിൽ തകർത്ത് കളഞ്ഞിരിക്കുകയാണ് ഇവരെല്ലാം ചേർന്ന്. ദൈവത്തിന്റെ സ്വന്തം നാടെന്നാണ് നമ്മളെ വിശേഷിപ്പിക്കുന്നത്. അപ്പൊ ആൾക്കാർ എല്ലാ സ്ഥലത്തും ചോദിക്കും, നിങ്ങൾ കള്ളക്കടത്തുകാരുടെ നാടാണല്ലേ എന്ന്. ദൈവത്തിന്റെ സ്വന്തം നാടിനെ കള്ളക്കടത്തുകാരുടെ സ്വന്തം നാടാക്കി ഈ പിണറായി വിജയനും കൂട്ടരും. നോക്കൂ, നിങ്ങൾ ജൂലൈ 5-ാം തീയതി ദൈവത്തിന്റെ കൃപ കൊണ്ട് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ കള്ളക്കടത്ത് പിടിച്ചില്ലായിരുന്നു നിങ്ങൾ വിചാരിച്ചു? നമ്മൾ ഏത് നിലയിലായിരുന്നു ഈ പിണറായി വിജയനെ കണ്ടിരുന്നത്? കെട്ടിപ്പൊക്കിയ PR ഇമേജിന്റെ ഫലമായി പിണറായി വിജയൻ നല്ലൊരു ഭരണാധികാരിയാണ്, അഴിമതിയില്ലാത്ത ആളാണ്, പാവപ്പെട്ടവരുടെ പടയാളിയാണ് എന്നൊക്കെയാണല്ലോ ഇവിടെ പ്രചരിപ്പിച്ചത്. ഇരട്ട ചങ്കനാണ്. പക്ഷെ കള്ളക്കടത്ത് പിടിച്ചപ്പോഴാണ് മനസ്സിലായത് ഈ പിണറായി വിജയനും സംഘവും കഴിഞ്ഞ 4.5 കൊല്ലം എന്തൊക്കെയാണ് ചെയ്തതെന്നുള്ളത്. തീവെട്ടിക്കൊള്ളയല്ലേ നമ്മുടെ നാട്ടിൽ നടന്നത്? ഏത് മാർഗത്തിലൂടെയും പണം ഉണ്ടാക്കുകയല്ലേ CPM-മാര്? മനസാക്ഷിയില്ലാത്ത കൊള്ളയല്ലേ ഇവിടെ നടക്കുന്നത്? ലോകത്തെ എല്ലാ കള്ളന്മാർക്കും മനസാക്ഷിയുണ്ട്. എന്നാൽ ഈ പിണറായി വിജയനും തസ്കര സംഘത്തിനും മനസാക്ഷി എന്ന് പറഞ്ഞൊരു സാധനമുണ്ടോ? വീരപ്പനൊക്കെ എത്രയോ മെച്ചല്ലേ? വീരപ്പൻ കട്ടാല് കുറച്ചെങ്കിലും ആ കാട്ടിലെ വനവാസികൾ കൊടുക്കും. കായംകുളം കൊച്ചുണ്ണി എത്രയോ മെച്ചമാണ്. പാവപ്പെട്ടവരുടെ കാര്യത്തിന് വേണ്ടിയിട്ട് അയാൾ കക്കുന്നത്.
പണക്കാരെ കാശ് കട്ട് സമ്പത്ത് കൊള്ളയടിച്ച് പാവപ്പെട്ടവർ കൊടുക്കുക. ഇയാൾ എന്താ ചെയ്യുന്നത്? പാവപ്പെട്ടവരുടെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരിയല്ലേ സഖാക്കളെ നിങ്ങൾ തടിച്ചു കൊഴുക്കുന്നത്. നിങ്ങളൊന്നും ചെയ്താതെ ആ പ്രളയം കഴിഞ്ഞ് കുറെ ആളുകൾക്ക് വീടില്ലാതെ, വീട് വെക്കാൻ വിദേശത്ത് പോയി കൈനീട്ടി യാചിച്ചു കൊണ്ടുവന്ന 20 കോടിയിൽ 10 കോടി രൂപ കൊള്ളയടിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നമ്മൾ കേട്ടിട്ടുണ്ടോ? നേരം വെളുപ്പോളം കക്കുകയല്ലേ നിങ്ങൾ? തടിച്ച് കൊഴുത്ത് സമ്പന്നന്മാരാവുകയല്ലേ നിങ്ങൾ? പൂർവ്വകാല ചരിത്രം ഞങ്ങൾ പറയണ്ടല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. തലശ്ശേരിയിലും പിണറായിയിലും കണ്ണൂരിലുമൊക്കെയാണല്ലോ ഇത് കെട്ടിപ്പൊക്കിയത്. AKG പാവങ്ങളുടെ പടയാളി എന്നാണ് പറഞ്ഞത്. AK ഗോപാലിനെ പറ്റി വിളിക്കുന്ന പാവങ്ങളുടെ പടത്തലവൻ AK ഗോപാലിനെ കുറിച്ച് വലിയ ചരിത്രം. കള്ളക്കടത്തുകാരുടെ പടത്തലവനായി ഈ മുഖ്യമന്ത്രി മാറിയില്ലേ? കേരളത്തിൽ മന്ത്രിമാരെല്ലാവരും മാറിയില്ലേ? സ്പീക്കർ എന്ന് പറഞ്ഞാൽ എന്താ പദവി? നിയമസഭയ്ക്ക് നാം കൊടുക്കുന്ന പദവി എന്താണ്? ബഹുമാനം എന്താണ്? ആ നിയമസഭാ സ്പീക്കർ ചെറുപ്പക്കാരനല്ലേ? അയാൾ ചെയ്ത പണി എന്താ? ഈ കള്ളക്കടത്തുകാരെ സഹായിക്കാൻ അയാൾ എല്ലാ ഔദ്യോഗിക സംവിധാനങ്ങളും ദുരുപയോഗപ്പെടുത്തി. ഗ്രീൻ ചാനൽ വഴി കള്ളക്കടത്തുകാര് അങ്ങോട്ടും ഇങ്ങോട്ടും പോവില്ലേ? വിദേശത്ത് പോകുമ്പോൾ കാരിയറായിട്ട് പ്രവർത്തിക്കുന്നില്ല നിങ്ങളുടെ മന്ത്രിമാരും സ്പീക്കർമാരും എല്ലാം. ജൂലൈ 5-ാം തീയതി കള്ളക്കടത്ത് നടന്നപ്പോൾ 6-ാം തീയതി ഞങ്ങൾ പറഞ്ഞു കസ്റ്റംസിനെ വിളിച്ചത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ്. അന്ന് എന്തായിരുന്നു പുകില്? സുരേന്ദ്രന് ഭ്രാന്താണ്, നാവിന് അങ്ങനെയാണ്. മുഖ്യമന്ത്രി എന്നെ എന്തെല്ലാം ആക്ഷേപിച്ചു. സ്വർണ്ണ കള്ളക്കടത്ത് സംഘത്തെ രക്ഷിക്കാൻ CM-ന്റെ ഓഫീസ് വിളിച്ചു. ഞങ്ങൾ 6-ാം തീയതി പറഞ്ഞു. എന്തെല്ലാം തെറി ഞങ്ങൾ കേട്ടു. ചാനൽ ചർച്ചയിൽ ഇരുന്ന് എന്തെല്ലാം ആക്ഷേപിച്ചു ഞങ്ങളെ. എല്ലാം പുറത്തു വന്നില്ലേ? മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി കസ്റ്റംസിനെ നിരന്തരം വിളിച്ച് ബാഗേജ് വിട്ടുകൊടുക്കാൻ ശ്രമിച്ചു. ഡിജിറ്റൽ തെളിവുകൾ വന്നില്ലേ? എന്തെല്ലാം സംഭവങ്ങൾ നടന്നു. ആരാണിത് ചെയ്തത് എന്ന് കൃത്യമായി ബോധ്യമായില്ലേ? ശിവശങ്കരൻ IAS-കാരനാണ്, IAS-കാരൻ ചെയ്യുന്നതിലൊന്നും ഞങ്ങൾക്ക് ബന്ധമില്ല എന്നാ പറഞ്ഞത്. ശരി, എന്നാ രവീന്ദ്രനോ? രവീന്ദ്രൻ ആരാണെന്ന് തലശ്ശേരിക്കാരോട് ഞാൻ പറയണോ? ഇത്തിരി അങ്ങോട്ട് പോയാൽ ഒഞ്ചിയെ എത്തൂലേ? രവീന്ദ്രന്റെ പാർട്ടി ബന്ധം എന്താണെന്ന് ഞാൻ പറയണോ? അല്ല നിങ്ങൾക്കറിയില്ലേ? മുഖ്യമന്ത്രിയുടെ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരനല്ലേ? 25-30 കൊല്ലമായി സർക്കാരും പാർട്ടിയും തമ്മിലുള്ള പാലമല്ലേ? എന്താ അയാൾ ചെയ്തിരിക്കുന്നത്? പിണറായി വിജയൻ അറിയാതെയാണോ രവീന്ദ്രൻ ചെയ്തതല്ല? രവീന്ദ്രൻ ഒരു ചെറുവിൽ അനക്കണമെങ്കിൽ പിണറായി അറിയാതെ അയാൾക്ക് അനക്കാൻ കഴിയില്ല. എന്താ അയാൾ ചെയ്തിരിക്കുന്നത്? ഇപ്പൊ അയാൾ ആസ്പത്രിയിലാണ്. അയാൾക്ക് എപ്പോഴും ആസ്പത്രിയാണ്. ഈ കമ്മ്യൂണിസ്റ്റുകാർക്കൊക്കെ ഉള്ളതാണ്. മറ്റേ ജയരാജൻ കുടുങ്ങിയപ്പോൾ ഒരു നെഞ്ചു വരുന്നു, ഹാർട്ട് അറ്റാക്ക്, ആശുപത്രി. ജാമ്യം കിട്ടിയപ്പോൾ നെഞ്ചിനൊരു കുഴപ്പമില്ല, ഒന്നിനൊരു കുഴപ്പമില്ല. രവീന്ദ്രന് കോവിഡ് വന്നെന്ന് പറഞ്ഞു, പച്ചക്കള്ളം. ഒരു കോവിഡ് അയാൾക്ക് വന്നിട്ടില്ല. ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏത് ആശുപത്രിയിലാണ് ടെസ്റ്റ് ചെയ്തത്, കൂടെ ആരാ ഉണ്ടായിരുന്നത്, ആരൊക്കെ ക്വാറന്റൈനിൽ പോയി ഇരുന്ന ഓഫീസ് പിന്നെ അണുവിമുക്തമാക്കിയോ? ഒന്നും ചെയ്തില്ല. ശരി, അത് കഴിഞ്ഞ് കോവിഡാനന്തരം മെഡിക്കൽ കോളേജിൽ ചികിത്സ, ICU-ൽ. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വടകരയിൽ ചില സ്ഥാപനങ്ങളിൽ കയറിയപ്പോ ICU-ൽ നിന്ന് ആളുകൾ ഇറങ്ങി ഓടി. ആരെങ്കിലും ICU-ൽ നിന്ന് ഇറങ്ങി ഓടുമോ? ഏതെങ്കിലും ആസ്പത്രിക്കാർ സമ്മതിക്കോ? ICU കിടക്കുന്ന ആൾ പെട്ടെന്ന് രാവിലെ എണീറ്റ് ഓടുന്നത്. രാത്രിക്ക് രാത്രി അയാള് വടകരയിൽ വന്നു. ഇപ്പൊ വീണ്ടും അയാൾക്ക് രോഗം. അയാളെല്ലാം പരിശോധിച്ചു. കാർഡിയോളജി പരിശോധിച്ചു, ECG നോക്കി, എക്കോ ടെസ്റ്റ് നടത്തി, TT നടത്തി, കിഡ്നി പരിശോധിച്ചു, നെഫ്രോളജി പരിശോധിച്ചു, തലച്ചോറ് പരിശോധിച്ചു, കരള് പരിശോധിച്ചു, ഓപ്താൽമോളജി കണ്ണ് നോക്കി, കാല് നോക്കി, കൈ നോക്കി. ഇനി ഒരെണ്ണം പരിശോധിക്കാനുള്ളൂ, ഗൈനക്കോളജി. നിങ്ങൾ പറയും ഇനി 10 മാസം കഴിഞ്ഞിട്ട് രവീന്ദ്രനെ ED ചോദ്യം ചെയ്യാൻ പറ്റും. അങ്ങനത്തെ പാർട്ടിയാണ് നിങ്ങളുടെ പാർട്ടി. അയാൾക്ക് എന്ത് രോഗമാണുള്ളത്? അയാൾ എന്തിനാണ് ആശുപത്രി അഭയം പ്രാപിക്കുന്നത്? അന്വേഷണം അയാൾ ഭയപ്പെടുന്നു. അയാളല്ല, അയാളെക്കാൾ കൂടുതൽ ഭയപ്പെടുന്നത്
പാർട്ടി നേതാക്കളാണ്. നിങ്ങൾ ഇതിനു വേണ്ടിയിട്ടാണ് അധികാരത്തിൽ വന്നത്? ഉമ്മൻചാണ്ടിയുടെ അഴിമതി അവസാനിച്ച് കാണാൻ ആഗ്രഹിച്ച ജനങ്ങളോട് നിങ്ങൾ എന്താ പറഞ്ഞത്? ആ ഉമ്മൻചാണ്ടിയുടെ അഴിമതി ഇല്ലാതാക്കാനാണല്ലോ നിങ്ങളെ കൊണ്ടുവന്നത്. കള്ളക്കടത്ത്, മയക്കുമരുന്ന് കടത്ത്, രാജ്യദ്രോഹം, ഹവാല, റിവേഴ്സ് ഹവാല, അനധികൃത സ്വത്ത് സമ്പാദ്യം, കള്ളപ്പണ ഇടപാട്, കള്ളനോട്ട് ഇടപാട്, ഇതിലേതിലാണ് നിങ്ങളില്ലാത്തത്? മയക്കുമരുന്ന്, വാറ്റുചാരായം, മണൽ കടത്ത് തുടങ്ങി പ്രാദേശിക തലം മുതൽ മന്ത്രിസഭ വരെ എത്തി നിൽക്കുകയാണ് നിങ്ങളുടെ മാഫിയ പ്രവർത്തനം. മന്ത്രിമാർ അമ്പ് കൊള്ളാത്തവരില്ല കുരുക്കളിൽ എന്ന് പറഞ്ഞ പോലെ ഏത് മന്ത്രിയാണ് അഴിമതി നടത്താത്തത് എന്ന് ചോദിക്കേണ്ട സ്ഥിതിയാണ്. 7 മന്ത്രിയാണ് അഴിമതിക്കാരനെന്നാണ് സാധാരണ എല്ലാവരും ചോദിക്കുക. ഇപ്പൊ ചോദിക്കുന്നത് ഏത് മന്ത്രിയാണ് അഴിമതിക്കാരനല്ലാത്തത് എന്നാണ്. 2 മന്ത്രിമാർക്ക് മഹാരാഷ്ട്രയിൽ സ്വത്തുക്കൾ, എല്ലാവരുടെ ബാങ്ക് അക്കൗണ്ടിൽ. ഈ രവീന്ദ്രൻ ഒരു JCB വാങ്ങിന, അയാളുടെ ഭാര്യ സർക്കാർ ഉദ്യോഗസ്ഥ, മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി, 10ാം ക്ലാസ് പാസ്സായ ആൾക്ക് IAS കാരന്റെ ശമ്പളമാക്കി പ്രൊമോട്ട് ചെയ്ത് കൊടുത്തു. എത്ര കിട്ടുന്നുണ്ടാവും ഒരു മാസം? ഭാര്യ സർക്കാർ ജീവനക്കാരി, പിന്നെന്തിനാ ഒരു JCB ഒരു മറയാണ്. എല്ലാ മാസവും ഒരാളിന്റെ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയിൽ നിന്ന് 3.5 ലക്ഷം രൂപ തിരുവനന്തപുരത്തെ ICIC ബാങ്കിൽ രവീന്ദ്രന്റെ ഭാര്യയുടെ പേരിൽ വരികയാണ്. ഇത് നേരെ വരുന്നത് വളഞ്ഞ വഴിയിൽ എത്ര വരുന്നുണ്ടാവും? ബാങ്ക് വഴി ഇത്ര വരുന്നുണ്ടെങ്കിൽ അല്ലാത്ത മാർഗത്തിലൂടെ എത്ര വരുന്നുണ്ടാവും? പാവപ്പെട്ട സഖാക്കളെ, എന്റെ പ്രസംഗം കേൾക്കുന്ന മാർക്സിസ്റ്റുകാരെ, നിങ്ങൾക്ക് എന്താ ഗുണം കിട്ടിയത്? ഒരു കോപ്പറേറ്റീവ് ബാങ്ക് CPM ഭരിച്ചാൽ അവിടെ നേതാക്കന്മാരുടെ ബന്ധുക്കൾക്കാണ് ജോലി കൊടുക്കുന്നത്, പാവപ്പെട്ടവന് കൊടുക്കുന്നുണ്ടോ? ഈ ആണ്ടല്ലൂർ സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് അല്ലേ ഇപ്പൊ നമ്മൾ നേരത്തെ പോയത്? അവിടെ സഖാക്കൾ പറയുന്നു ഒരു പാർട്ടി നേതാവിന്റെ ബന്ധുക്കൾക്കാണ് എല്ലാ ജോലിയും കൊടുത്തത്. എന്നിട്ടോ വ്യാജ സ്വർണം മുക്കുവെണ്ണം പണയം വെച്ചിട്ടാണ് അവിടെ, പത്രത്തിലെല്ലാം വന്നതല്ലേ. മുക്കുവെണ്ണം ഇവിടെ പണയം വെച്ചാൽ അവിടെ വേറെ സ്ഥലത്തും പണയം വെച്ചു. സഹകരണ ബാങ്കുകളിലെല്ലാം നടക്കുന്ന കൊള്ള ബന്ധുക്കൾക്ക് വേണ്ടിയല്ലേ? മന്ത്രിമാരെല്ലാം ബന്ധുക്കളെ സഹായിക്കുന്നു. ബ്രാഞ്ച് സെക്രട്ടറി മുതൽ നോക്കിയ ബന്ധുക്കൾ. പാവപ്പെട്ടവൻ എന്ത് കിട്ടി? ലക്ഷക്കണക്കിന് ആളുകൾ PSC പരീക്ഷ എഴുതി, റാങ്ക് ലിസ്റ്റിൽ വന്നു. ചെറുപ്പക്കാര് ഒരു പണിയും കൊടുക്കുന്നില്ല, റാങ്ക് ലിസ്റ്റ് എല്ലാം റദ്ദാക്കി. ഷംസീറിന്റെ ഭാര്യയ്ക്ക് ജോലി, ആ റെയിമുണ്ട് തിരുവനന്തപുരത്ത്, അമ്മോ പച്ചവർഗീയവാദികൾ, ഓന്റെ ഭാര്യയ്ക്ക് ജോലി. മറ്റേ തൃപ്പൂണിത്തറയിലുണ്ട് ഒരു അഹങ്കാരി, ഓന്റെ ഭാര്യയ്ക്ക് ജോലി. എല്ലാ ഡിവൈ കോന്നിയിലെടുത്തന്നെ ഇപ്പൊ ജയിച്ചിട്ടുണ്ട്, ഓന്റെ ഭാര്യയ്ക്ക് ജോലി. പിന്നെ റിയാസിന് മറ്റേ ഭർത്താവ് ഉദ്യോഗം, എല്ലാവർക്കും ജോലി കിട്ടി. DYFIക്കാർക്ക് എന്ത് കിട്ടി? 10ാം ക്ലാസ് പാസ്സാവാത്ത സ്വപ്നയ്ക്ക് 3.5 ലക്ഷം രൂപ ശമ്പളം. എന്തിനാ നിങ്ങൾ കൊടി പിടിക്കുന്നത്? എന്ത് നേടി ചെറുപ്പക്കാർ? എന്ത് നേടി പാവപ്പെട്ടവർ? നിങ്ങൾ എന്ത് കൊടുത്തു? പറയാൻ വൈകുന്നേരം 5 മണിക്ക് ഭയങ്കര തള്ളാണല്ലോ. സൗജന്യ റേഷൻ ആര് കൊടുക്കുന്നു? പറയും. പിണറായി വിജയ, നിങ്ങൾ ഈ PR പ്രചരണം കേരളത്തിൽ ചെലവാവില്ല. സൗജന്യ റേഷൻ ആര് കൊടുക്കുന്നു? പറയും. സൗജന്യ റേഷന് കേന്ദ്ര വിഹിതം എത്രയുണ്ട്? 1 കിലോ അരി കേരള ഗവൺമെന്റ് കൊടുക്കുമ്പോ 26 രൂപ കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്നതാണ്, അല്ലാതെ നിങ്ങൾ കൊടുക്കുന്നതല്ല. 5 കിലോ അരി വേറെ മോദി നേരിട്ട് കൊടുക്കുന്നുണ്ട്, 9 മാസമായിട്ട് കൊടുക്കുന്നു പാവപ്പെട്ടവർക്ക്. നിങ്ങൾ കൊടുക്കുന്ന അരിയിൽ 26 രൂപയും കേന്ദ്രം കൊടുക്കുന്നതാണ്. നിങ്ങൾ ക്ഷേമ പെൻഷൻ കൊടുത്തു പറയും, എവിടുന്ന് കൊടുത്തു? ക്ഷേമ പെൻഷനുള്ള വിഹിതം കേന്ദ്രമാണ് വർദ്ധിപ്പിക്കുന്നത്. തൊഴിലുറപ്പ് പദ്ധതി ശമ്പളം 100% കേന്ദ്രമാണ്. നിങ്ങൾ എന്താ കൊടുക്കുന്നത്? നിങ്ങൾ കൊടുക്കുന്നത് കിഫ്ബിയിൽ നിന്ന് ലോൺ എടുക്കുന്നു. ഭയങ്കര സംഭവമാണെന്നാണ് പറയുന്നത്. കിഫ്ബി എന്താ തട്ടിപ്പ്? 2 സ്കൂളുകൾ ഞാൻ നേരിട്ട് പോയി കണ്ടു. ഒന്ന് തൃശ്ശൂരിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ നാട്ടിൽ 4 കോടി രൂപ ചെലവഴിച്ചു കിഫ്ബി ലോണാ. കിഫ്ബി എവിടുന്നാ ലോൺ എടുത്തിരിക്കുന്നത്? 7% പലിശയ്ക്ക് ഇന്ത്യയിൽ കിട്ടും വായ്പ.
7% പലിശയ്ക്ക് ഇവിടെ കിട്ടുന്ന വായ്പ എടുക്കാതെ 9.3% പലിശയ്ക്ക് വിദേശ വായ്പ എടുത്തു. അതല്ലേ കയറുവരി ശാസ്ത്രജ്ഞനെ ഭ്രാന്തളിയത്? CAG റിപ്പോർട്ട് ചോർത്തി കൊടുത്തത് മസാല ബോണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ നടത്തുന്ന തട്ടിപ്പ്. 7% പലിശയ്ക്ക് കിട്ടുന്നത് 9.3% പലിശയ്ക്ക് നിങ്ങൾ കൊണ്ടുവരുന്നു. എന്നിട്ടാണ് നിങ്ങൾ ഈ കൊള്ള നടത്തുന്നത്. ഞാൻ പറഞ്ഞത് തൃശ്ശൂരിലെ സ്കൂൾ 4 കോടി രൂപ ചെലവ്. ഞങ്ങൾ പോയിട്ട് ഒരു കൈവിരൽ കൊണ്ട് ചുമര് മാന്തി നോക്കി, പൊളി താഴെ വീഴും. ഇതാണോ നിങ്ങളുടെ വികസനം? നിങ്ങൾ എന്താണ് കേരളത്തിലെ പാവപ്പെട്ടവന് വേണ്ടി ചെയ്യുന്നത് പറയൂ. എന്നിട്ട് കുറെ തള്ളു. ജൽജീവൻ മിഷൻ എല്ലാ വീട്ടിൽ കയറി ചോദിക്കുക, കുടിവെള്ളം വേണോ? ആരുടെ പദ്ധതി? ആരുടെ പണം? ഈ നാട്ടിലെ ജനങ്ങൾ വിഡ്ഢികളല്ല. ജൽജീവൻ മിഷൻ ആരുടെ പദ്ധതി? സഖാവെ പറ. കേന്ദ്ര പദ്ധതി. ഈ കൊല്ലം മാത്രം 893 കോടി രൂപയാണ് കേരളത്തിന് കൊടുത്തത്. ഒരു പൈസ നിങ്ങൾ എടുത്തിട്ടില്ല. എന്നിട്ട് തറവാട്ട് വകയെന്ന് കൊടുക്കുന്ന പോലെ ഓരോ സഖാക്കളെ വീട്ടിൽ ചെന്ന് ചോദിക്കുക, ഏത് വെള്ളം വേണോ? പൈപ്പ് ഇടട്ടെ? നിങ്ങൾ ഔദാര്യൊന്നും വേണ്ട, പൈപ്പ് മോദിയിടും. കാരണം 2024 എല്ലാവർക്കും കുടിവെള്ളം മോദിയുടെ പദ്ധതിയാണ്. സഹകരണ ബാങ്ക് നബാർഡ് വഴി കൊടുക്കുന്ന പൈസ സഖാക്കള് വീട് അവൻ്റെയൊക്കെ വീട്ടിൽ നിന്ന് കൊടുക്കുക. ഇപ്പൊ കിറ്റ് കൊടുക്കുന്നു മറ്റേ കൃഷിഭവന്റെ. അത് എവിടുന്ന സഖാവേ നിങ്ങൾ പറ? നിങ്ങളുടെ ഗവൺമെന്റിന്റെ ആണോ? ഓരോ മാസവും 2500 കോടിയാണ് നബാർഡ് വഴി കേരളത്തിലെ സഹകരണ ബാങ്കുകൾ വഴി കൃഷിക്കാർക്ക് സഹായം മോദി ഗവൺമെന്റ് കൊടുക്കുന്നത്. ഒരു പശു വളർത്തന് 1.60, മത്സ്യകൃഷിക്ക് 1 ലക്ഷം. അങ്ങനെ 100 കാര്യങ്ങൾക്ക് കൃഷിക്കാർക്ക് പാവപ്പെട്ടവർക്ക് മോദി കൊടുക്കുന്ന കാശാണ്. എന്നിട്ട് നിങ്ങൾ സഹകരണ ബാങ്ക് വഴി നബാർഡ് ആവുമ്പോ അഗ്രികൾച്ചർ കോപ്പറേറ്റീവ് സൊസൈറ്റി വഴിയേ കൊടുക്കാൻ പറ്റുള്ളൂ. അതാണ് നമ്മുടെ രാജ്യത്തെ നിയമം. ഒറ്റ പൈസ കേരളത്തിന് ചെലവില്ല. കേരളം കട്ടുമുടിക്കുന്നു. കേന്ദ്രം കൈയയച്ച് സഹായിക്കുന്നത് കൊണ്ട് ട്രഷറി പൂട്ടുന്നില്ല. എന്നിട്ട് വലിയ വർത്തമാനം പറയണം വൈകുന്നേരം വന്നിരുന്നിട്ട്. ഈ കള്ളക്കടത്ത് മുഴുവൻ നടത്തി അതിന്റെ ലാഭം നിങ്ങൾ കൊണ്ടുപോയി. ലൈഫ് മിഷൻ തട്ടിപ്പിന്റെ ലാഭം മുഴുവൻ നിങ്ങൾ കൊണ്ടുപോയി. സ്വപ്നയുടെ 164 മൊഴി വരും അടുത്ത ദിവസം. ആർക്കാണ് ഇതിന്റെ പങ്ക് കൂടുതൽ കിട്ടിയതെന്ന് അറിയാം. ഇവരെ ഉപകരണമാക്കി മാറ്റിയതാണ്. അതുകൊണ്ടാണ് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം വേണ്ട എന്ന് പറയുന്നത്. കോൺഗ്രസോ മറ്റോ ആയിരുന്നു ഈ രാജ്യം ഭരിക്കുന്നതെങ്കിൽ ഇപ്പൊ സ്ഥിതി എന്താ? എല്ലാം സബൂറായിട്ടുണ്ടാവുമായിരുന്നു. അതാണല്ലോ ഇവിടെ നടക്കുന്നത്. 5 കൊല്ലം നീ ഭരിച്ചോ, നീ കട്ടോ, ഞാൻ മിണ്ടാതിരിക്കാം. അടുത്ത 5 കൊല്ലം ഞാൻ ഭരിക്കാം, ഞാൻ കക്കും, നീ മിണ്ടാതിരുന്നോ. കേസ് വന്നാൽ നമുക്ക് ഒത്തുതീർപ്പാക്കാം. ഇതല്ലേ 60 കൊല്ലം നടക്കുന്നത്. കേന്ദ്രം ഇടപെട്ടത് കൊണ്ട് മാത്രമാണ് ഈ കേസുകളെല്ലാം തെളിയുന്നത്. അതുകൊണ്ടാണ് ഇപ്പോ പിന്നെ ഏജൻസികളെ ഓടിക്കാനുള്ള നീക്കം. പണ്ട് ചന്ദ്രശേഖരന്റെ കൊലപാതക കേസിൽ അന്വേഷണം അവസാന വഴിയിലെത്തി. കൂത്തുപറമ്പ് പാർട്ടി ഓഫീസിൽ പോലീസ് കയറി ഇല്ലേ ബാബുവിനെ പിടിക്കാൻ. അപ്പൊ തടഞ്ഞില്ലേ ജയരാജനും ശുംഭനും കിംബനും ചിറ്റപ്പനും എല്ലാം കൂടെ കയറി പോലീസിനെ തടഞ്ഞു. മുട്ടുവറച്ചു. ആർക്ക്? കോൺഗ്രസിന്. കോൺഗ്രസിന്റെ ആഭ്യന്തരമന്ത്രിക്ക് ഓടി പോലീസ്. അല്ലെങ്കിൽ ആ കേസ് തെളിയുമായിരുന്നു. അതേപോലെയാണ് കേന്ദ്ര ഏജൻസികളെ നേരിടാൻ ആദ്യം തീരുമാനിച്ചത്, സമരം. പക്ഷെ അവിടെ ഇരിക്കുന്നത് മൗനി ബാബ, മൻമോഹൻ സിംഗ് അല്ല, നരേന്ദ്ര ദാമോദർ ദാസ് മോദിയാണ്. നട്ടലിന്റെ സ്ഥാനത്ത് വാഴപ്പിണ്ടിയല്ല. കേന്ദ്ര ഏജൻസികൾ കേസ് അന്വേഷിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാ കുറ്റവാളികളെയും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്നിട്ടേ അവർ തിരിച്ചു പോകത്തുള്ളൂ. ഇവിടെ എന്താ നടക്കുന്നത്? ഇതിനാണോ നിങ്ങളുടെ സർക്കാരിനെ ഞങ്ങൾ നാട്ടിലെ ജനങ്ങൾ കൊണ്ടുവന്നത്? ഭീകരമായ കൊള്ളയാണ് ഇവിടെ നടക്കുന്നത്. വികസന വിരുദ്ധതയാണ് സമീപനം. ഈ തലശ്ശേരിയുടെ കാര്യം ഹരിദാസ് പറഞ്ഞു. എന്താ ഇവിടെ നടക്കുന്നത്? ഈ തലശ്ശേരിയിൽ നഗരസഭയിൽ എന്റെ കണക്കനുസരിച്ച്, ഞങ്ങളുടെ കണക്കനുസരിച്ച് 100-ലധികം വീടുകളിൽ വീടില്ലാത്തവർ കിടക്കുന്നുണ്ട്. ഈ റോഡ് സൈഡിൽ ഇതുപോലത്തെ പിന്നെ ടാർപോളിൽ കെട്ടിയ ഷെഡ്
100 എണ്ണം ഉണ്ട്. ഞാൻ കോടിയേരിയെയും പിണറായി വിജയനെയും ഇവിടുത്തെ MLA-യെയും ചാലഞ്ച് ചെയ്യുന്നു. വരാൻ ധൈര്യമുണ്ടോ ഞങ്ങളുടെ മണ്ഡലം പ്രസിഡന്റിന്റെ കൂടെ, അല്ലെങ്കിൽ ഞങ്ങളുടെ സുമേഷ് വന്നിട്ട്? 100-ലധികം വീടുകൾ ഇവിടെ ഇതേപോലെ ഓല ഷെഡ് പോലെ ഈ ടാർപോളിൽ കെട്ടി നിലത്ത് കിടക്കുന്നുണ്ട് തലശ്ശേരി നഗരസഭയിൽ. എന്താ കുഴപ്പം? നിങ്ങൾക്ക് എന്താ വീട് കൊടുത്താൽ? നിങ്ങൾ എന്തിനാ PMAY അട്ടിമറിക്കാൻ നോക്കിയത്? നിങ്ങൾ എന്താ ലൈഫ് മിഷൻ കൊണ്ടുവന്നത്? ഈ ലൈഫ് മിഷൻ നിങ്ങൾക്ക് എത്ര ചെലവ് ഒന്ന് പറയും നിങ്ങൾ. കേന്ദ്ര വിഹിതം, തദ്ദേശ സ്ഥാപനത്തിന്റെ വിഹിതം, വ്യക്തിഗത വിഹിതം കഴിഞ്ഞാൽ ലൈഫിൽ നിങ്ങളുടെ വിഹിതം എത്രയുണ്ട് സ്റ്റേറ്റിന്റെ? പറ. നിസ്സാരമായിട്ടുള്ള വിഹിതമേ ഉള്ളൂ. എന്നിട്ടും നിങ്ങൾക്ക് ചെലവില്ലാത്ത കാര്യമായിട്ടും നിങ്ങൾ വിവേചനം കാണിക്കുന്നു. CPM-ന്റെ പാർട്ടി ഓഫീസിലെ ചെരുപ്പ് നോക്കാത്തവരെ നിങ്ങൾ ലൈഫ് മിഷൻ ഒഴിവാക്കുന്നു. എത്ര പണക്കാരനായാലും ഈ തലശ്ശേരി അങ്ങാടിയിൽ 4ഉം 5ഉം കാറും ബംഗ്ലാവും ഗൾഫിലെ പണവും ഉള്ളവനെ നിങ്ങൾ BPL ആക്കുന്നു. പാവപ്പെട്ടവൻ ഏത് പാവപ്പെട്ടവനാണെങ്കിലും നിങ്ങൾ APL ആക്കുന്നു. നിങ്ങൾ വീട് കൊടുക്കുന്നില്ല. 100 വീടുകൾ ഇവിടെ ഉണ്ട്. ഇത്രയും കാലം ആഭ്യന്തരമന്ത്രി ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചു. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി, ഇപ്പോ യുവജന നേതാവ്, സ്വന്തം ഭാര്യയുടെ കാര്യത്തിൽ ഇത്രയും താല്പര്യം കാണിക്കുന്ന വിപ്ലവകാരി, ഈ 100 വീടുകൾ, ആ ഓല ഷെഡ്, ടാർപോളിൻ ഷെഡുള്ള 100 വീടുകൾ നിങ്ങൾക്ക് കൊടുക്കാൻ ധൈര്യം ഉണ്ടായോ? എന്തുകൊണ്ട് നിങ്ങൾ കൊടുത്തില്ല? മോദി കക്കൂസ് ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞ് ഞങ്ങളെ കളിയാക്കിയത് ശൗചാലയങ്ങൾ ഫ്രീ ആയിട്ട് കൊടുക്കും. മോദിക്കെല്ലാം കക്കൂസാണെന്ന് പറഞ്ഞു. എടാ ശംസീറെ, ഞാൻ പയ്യാമ്പലം മുതൽ ഇങ്ങോട്ട് ആ ഭാഗത്ത് മുഴുവൻ പോയി നോക്ക്. 18ഉം 20ഉം വയസ്സായ പെൺകുട്ടികള് വെളിയുടെ വിസർജനം. ഈ തലശ്ശേരിയിൽ കക്കൂസില്ലാത്ത നിരവധി വീടുകൾ. സാധാരണ ആണുങ്ങളല്ല, 18ഉം 20ഉം വയസ്സായ യുവതികളടക്കം വെളിയുടെ വിസർജനത്തിൽ പോകേണ്ട ഗതികേട് ഈ മുനിസിപ്പാലിറ്റിയിലുണ്ട്. നിങ്ങൾ പോയി അന്വേഷിക്കും. എന്നിട്ടാണ് നിങ്ങൾ വിപ്ലവകാരികളുടെ വികസനം ഉണ്ടാക്കുന്നത്. എന്താ നിങ്ങൾ ഉണ്ടാക്കിയത്? നിങ്ങളിവിടെ ഫ്ലാറ്റ് ഉണ്ടാക്കുന്നല്ലേ പറഞ്ഞു. എന്താ ഉണ്ടാക്കാത്തത്? വടക്കാഞ്ചേരി പോലെ ഒന്ന് നോക്കായിരുന്നില്ലേ? കിട്ടുമായിരുന്നില്ലേ പകുതി? എന്ത് വികസനമാണ് നിങ്ങൾ കൊണ്ടുവന്നത്? ഈ നഗരത്തിലെ ട്രാഫിക് പരിഹരിക്കാൻ നിങ്ങൾക്ക് എന്താ, നിങ്ങളുടെ വിഷൻ എന്താണ് അതിൽ? ഇവിടുത്തെ കുടിവെള്ളത്തിന് നിങ്ങൾ എന്താ പദ്ധതി? മാലിന്യ നിർമ്മാർജ്ജനത്തിന് നിങ്ങൾക്ക് എന്താ പദ്ധതി? തൊഴിൽ കൊടുക്കാൻ നിങ്ങൾക്ക് എന്താ പദ്ധതി? ഭവന നിർമ്മാണത്തിന് നിങ്ങൾക്ക് എന്താ പദ്ധതി? നിങ്ങൾക്ക് ഒരു പദ്ധതിയുമില്ല. നിങ്ങൾ ഇത്രയും കാലം ജനങ്ങളെ പറ്റിച്ചു. നിങ്ങൾക്കറിയാം, വോട്ട് വരുമ്പോൾ ജമാഅത്തെ ഇസ്ലാമിയും PDP-യും NDF-ഉം വർഗീയവാദികളും എല്ലാം നിങ്ങൾ പോത്തിന്റെ പേര് പറയുമല്ലോ. ഷംസീർ ഒരു പോത്തിനെ കൊല്ലും, പിണറായി വേറൊന്നിനെ കൊല്ലും, കോടിയേരി വേറൊന്നിനെ കൊല്ലും. കാലന്മാരെല്ലാം കൂടെ പോത്തിനെ കൊന്ന് ബീഫ് ഫ്രൈ ഉണ്ടാക്കി എല്ലാം വിതരണം ചെയ്യുന്നതിന് മുസ്ലിങ്ങളോട് പറയും, മുസൽമാൻ സഹോദരന്മാരെ, നിങ്ങൾക്ക് ഭക്ഷണം ഇനി കഴിക്കാൻ പറ്റില്ല, മോദി നിങ്ങളെ പിടിക്കുന്നു. മോദി വന്നിട്ട് 6 കൊല്ലം നിങ്ങൾ എന്റെ പോത്ത് നിന്നു അവിടെ. നിങ്ങൾ വർഗീയത ഉണ്ടാക്കും. ഫസൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ കൊന്ന് കൈയും കാലും വെട്ടി കൊന്നിട്ട് BJP-കാരുടെ വായനശാലയ്ക്ക് മുമ്പിൽ അതിന്റെ കൈവെള്ളം കൊണ്ട് വെട്ടിട്ട് പറഞ്ഞു ഫസൽ അത് RSS ആണ്, പെരുന്നാളിന്റെ തലേന്നാണ്. വർഗീയത ഉണ്ടാക്കുന്നു നിങ്ങൾ. തലശ്ശേരി കലാപം മുതൽ നിങ്ങൾ വർഗീയതയാണ് ഉണ്ടാക്കുന്നത്. അതിലാണ് നിങ്ങൾ ജയിക്കുന്നത്. ഈ പ്രാവശ്യം നിങ്ങളെ പോതി നടക്കില്ല. നിങ്ങളുടെ വർഗീയത ഈ തെരഞ്ഞെടുപ്പിൽ ഏശാൻ പോകുന്നില്ല. മതന്യൂനപക്ഷങ്ങൾ നിങ്ങളെ വിശ്വസിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് വികസനം വേണോ? മോദിയുടെ പിന്തുണ നമുക്ക് ആവശ്യമുണ്ട്. കോൺഗ്രസിന് നിങ്ങൾ ഇങ്ങനെയൊക്കെ കുഴപ്പം LDF-ലുണ്ട്, എന്നാ പിന്നെ നമുക്ക് കോൺഗ്രസിനെ പിന്തുണയ്ക്കാൻ ഏതെങ്കിലും ആളുകൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ, കോൺഗ്രസ് എന്ന് പറയുന്നത് അഴിമതിയുടെ പര്യായമാണ്. ഈ കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും തമ്മിൽ ഒരു വ്യത്യാസവും. ആ രമേശ് ചെന്നിത്തലേനെ പറ്റിയിട്ട് ആ ബാറുടമ പറഞ്ഞു കേട്ടില്ലേ, 1 കോടി രൂപ കൈക്കൂലി കൊടുത്തിട്ട് അത് വിജിലൻസിനോട് പറയില്ല എന്ന് പറഞ്ഞിട്ട് ഭാര്യയെ കൊണ്ട് വിളിപ്പിച്ചിരിക്കുകയാണ്. സർവത്ര അഴിമതിയാണ് കോൺഗ്രസ്. കോൺഗ്രസിന് ഒന്നും ചെയ്യാൻ കഴിയില്ല. നട്ടല് എന്ന് പറഞ്ഞ സാധനമില്ല. പിണറായി വിജയനെ നേരിടാനുള്ള ധൈര്യമില്ല. പരസ്പര ഒത്തുതീർപ്പാണ്. പിണറായി വിജയൻ സർക്കാരിനെ നേരിടുന്നത് ഭാരതീയ ജനതാ പാർട്ടിയാണ്, ദേശീയ ജനാധിപത്യ സഖ്യമാണ്. അഴിമതി തടയാൻ കേന്ദ്ര സർക്കാർ വേണം.
വികസനം കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാർ വേണം. മോദി എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്തു, അതിനെല്ലാം എതിർത്തവരല്ലേ നിങ്ങൾ? വകമാറ്റി ചെലവഴിക്കുക, ഫണ്ടടിച്ചു മാറ്റുക, നിങ്ങളെ പേരിലാക്കുക, എന്നിട്ട് 100 ദിന പരിപാടിയിൽ പെടുത്തുക, ആളെ പറ്റിക്കുക. കാലാകാലങ്ങളായി നിങ്ങൾ ഇതല്ലേ ചെയ്യുന്നത്. ഇനി അത് വേണ്ട. ജനം തീരുമാനിച്ചിട്ടുണ്ട്. തലശ്ശേരിയിൽ ഞങ്ങൾ മത്സരിക്കുന്നത് വോട്ടിന്റെ ശതമാനം വർദ്ധിപ്പിക്കാനല്ല, എണ്ണം കൂട്ടാനല്ല, വിജയത്തിന്റെ വെന്നിക്കൊടി പാറിക്കാൻ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ദേശീയ ജനാധിപത്യ സഖ്യം മത്സരിക്കുന്നത്. അതുകൊണ്ട് ജനവിശ്വാസം ഞങ്ങൾക്ക് അനുകൂലമാണ്. ജനങ്ങൾ ഒരു മാറ്റം ആഗ്രഹിക്കുന്നു, സുതാര്യമായ ഒരു ഭരണം ആഗ്രഹിക്കുന്നു, അഴിമതിയില്ലാത്ത സംശുദ്ധമായ ഒരു നേതൃത്വത്തെ ആഗ്രഹിക്കുന്നു. അത് പ്രദാനം ചെയ്യാൻ കഴിയുന്നത് ഞങ്ങൾക്ക് മാത്രമാണ്. സുഹൃത്തുക്കളെ, ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ഒരവസരം ഞങ്ങൾക്ക് തന്നാൽ, ഒരേ ഒരു അവസരം, 5 കൊല്ലം കൊണ്ട് കേരളത്തിലെ ഏറ്റവും വികസിത നഗരമാക്കി ഈ ചരിത്ര നഗരത്തെ, തലശ്ശേരിയെ മാറ്റിമറിക്കാൻ ഞങ്ങൾക്ക് സാധിക്കും, മോദി സർക്കാരിന്റെ സഹായത്തോടു കൂടി. പിണറായി പറയുന്നത് 5 മണിയുടെ തള്ളല്ല, വൈകുന്നേരത്തെ തള്ളല്ല. മോദി സർക്കാർ പറഞ്ഞത് ചെയ്യുന്ന നരേന്ദ്രമോദിയുടെ പിന്തുണച്ചക്കാരാണ് ഞങ്ങൾ സ്ഥാനാർത്ഥികളെ നിർത്തിയിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ ഞങ്ങൾക്ക് തരണം, താമരയിൽ തരണം, NDA സ്ഥാനാർത്ഥികൾക്ക് തരണം എന്ന് വിനീതമായി എല്ലാവരോടും അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാ സ്ഥാനാർത്ഥികൾക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. വന്ദേ മാതരം.